ഒരു വ്യക്തി ജനിക്കണു, മരിക്കണു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ഇടവേളയാണ് ഒരു വ്യക്തിയുടെ ജീവിതം. ഈ ഇടവേളയിൽ വ്യക്തി എന്തെല്ലാം പഠിച്ചു, എന്തെല്ലാം ചിന്തിച്ചു, എന്തെല്ലാം ചെയ്തു, എങ്ങനെയൊക്കെ ജീവിച്ചു, വരും തലമുറകൾക്കായി എന്ത് മാതൃക സൃഷ്ടിച്ചു തന്നു, ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ആ വ്യക്തിയുടെ മഹത്വം ഉരച്ചു നോക്കാൻ സാധിക്കും. അതോടൊപ്പം ആ വ്യക്തി ജീവിച്ചിരുന്ന ഇടവേളയിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ലോകം, അദ്ദേഹത്തിൻ്റെ ഗ്രാമവും അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യവും മറ്റു രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകവും ഏതെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്നും ആ വ്യക്തി തന്നെ തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങളെ നേരിട്ടു എന്നും അവയെ എങ്ങനെ അതിജീവിച്ചു എന്നും ഒക്കെ അറിയുന്നത് നല്ലതാണ്. കാരണം ജസ്റ്റാൾട്ട് എന്നറിയപ്പെടുന്ന സിദ്ധാന്തപ്രകാരം വ്യക്തി താൻ ജീവിക്കുന്ന മണ്ഡലത്തിൻ്റെ സൃഷ്ടിയാണ് എന്നതുപോലെ തന്നെ താൻ ജീവിക്കുന്ന മണ്ഡലത്തിൻ്റെ സ്രഷ്ടാവും കൂടിയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം അറിയണമെന്ന് പറഞ്ഞത്. അത്തരമൊരു കാഴ്ചപ്പാടിലൂടെയാണ് നാലപ്പാടൻ ജീവിച്ച കാലഘട്ടത്തെ ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്നുള്ള പുസ്തകത്തിലുള്ള നാലപ്പാടൻ ജീവിച്ച കാലഘട്ടം എന്നുള്ള ചാപ്റ്ററിൽ തുടക്കം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. 1887 ഒക്ടോബർ 7 വെള്ളിയാഴ്ച മകീര നക്ഷത്രത്തിൽ ജനിച്ചു. 1954 ഒക്ടോബർ 31 തൻ്റെ ഭൗതിക ശരീരം വെടിഞ്ഞു. ഈ 67 വർഷത്തെ ഇടവേളയിൽ അദ്ദേഹം എന്തൊക്കെ പുസ്തകങ്ങൾ എഴുതിയെന്നുള്ളത് മാത്രമല്ല, അതിൽ ഈ രാജ്യത്തിന്, അതായത് ഈ മലയാള സാഹിത്യത്തിന് അദ്ദേഹം കൊടുത്ത സംഭാവനകൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ വ്യക്തിജീവിതങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത സംഭാവനകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ പറയുന്നില്ല. അതായത് ജീവിതത്തിൻ്റെ ആദ്യ പകുതി, രണ്ടാമത്തെ പകുതി എന്ന് രണ്ടാക്കി വിഭജിച്ചിട്ട് കവിയുടെ വളർച്ചയുടെ ഗതി ഒന്ന് പരിശോധിക്കുക മാത്രമാണ് ഞാൻ ആ പുസ്തകത്തിൽ ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ നാലപ്പാടൻ ജനിച്ച കാലഘട്ടം ഒരു നവോത്ഥാന കാലഘട്ടമായിരുന്നു. ഇപ്പോൾ പറയണ പോലത്തെ നവോത്ഥാനം അല്ല, ശരിക്കുള്ള നവോത്ഥാന കാലഘട്ടമായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ തൂലികത്തുമ്പിൽ നിന്ന് ശക്തമായ ഗദ്യവും പദ്യവും ഒക്കെ ഒഴുകി സാഹിത്യത്തെ സമ്പന്നമാക്കിയ ഒരു കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇന്ത്യയുടെ സാഹിത്യ ചരിത്രത്തിലെ സിപ്പായി ലഹള മുതൽ 1920 ബാലഗംഗാധര തിലകൻ്റെ മരണവും ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭവും വരെയുള്ള 63 വർഷത്തെ നമ്മൾ ദ വിൻഡ്സ് ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ കാറ്റ് എന്ന് വിളിക്കാറുണ്ട്. 1920 മുതൽ 47 വരെയുള്ള 27 വർഷത്തെ നമ്മൾ വിളിക്കുന്നത് ഗാന്ധിയൻ വേൾഡ് വിൻഡ്, ഗാന്ധിയൻ ചുഴലി എന്നാണ്. ഈ മാറ്റത്തിൻ്റെ കാറ്റ് വീശിയപ്പോൾ യാഥാസ്ഥിതികർ തങ്ങളുടെ വ്രണങ്ങൾ നക്കിയും ഗതകാല പ്രതാപങ്ങളെ അയവിറക്കിയും വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുമിരുന്നു. അപ്പോൾ മിഡിൽ ക്ലാസ്സുകാരെന്ന് വിളിക്കുന്ന ഒരു പുതിയ തലമുറ അറിവിൻ്റെയും മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും പൊതുവായ ഒരു ഏകത്വ സന്ദേശത്തിൻ്റെയും പ്രത്യാശയുടെയും ലക്ഷ്യത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് വന്നു. ഇവരെ എണ്ണത്തിൽ കുറവായിരുന്നു. പക്ഷേ ആധുനിക ഇന്ത്യയുടെ പുതിയ ആത്മാക്കൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇവർ ക്രമേണ ഇന്ത്യയിൽ പുതിയൊരു ജീവിതത്തിന് വിത്ത് പാകി. നാലപ്പാടൻ ഇന്ത്യയുടെ ഈ പുതിയ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ രണ്ട് കാലഘട്ടത്തിൽ ഗാന്ധിയൻ വേൾഡ് വിൻഡും അതിൻ്റെ മുമ്പുള്ള വിൻഡ്സ് ഓഫ് ചേഞ്ച്, ഈ രണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഈ കാലത്ത് ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാജാ രാംമോഹൻ റായ്, ബംഗാളിൽ ഒരുപാട് ആളുകൾ, ദ്വാരകാനാഥ് ടാഗോറിൻ്റെയും കേശവചന്ദ്ര സെന്നിൻ്റെയും നേതൃത്വത്തിൽ ബ്രഹ്മസമാജം, സ്വാമി വിവേകാനന്ദനും ടാഗോറും അതിൻ്റെ തണലിൽ വളർന്നു വന്നവരാണ്. പുരാണങ്ങളിൽ കാണുന്ന സകല വിഡ്ഢിത്തങ്ങളെയും നിശിതമായി വിമർശിക്കുന്ന വൈദിക ധർമ്മ സ്ഥാപകനായ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം, അതിൻ്റെ ഒരറ്റത്ത് ആ വീര്യം ഉൾക്കൊണ്ട് ഇന്ത്യയുടെ മറ്റേ അറ്റത്ത് സ്വാമി ശ്രദ്ധാനന്ദനും ലാലാ ലജ്പത് റായിയും, കിഴക്ക് ബംഗാളിലും പടിഞ്ഞാറ് പഞ്ചാബ്, ഗുജറാത്ത് പ്രദേശങ്ങളിലും ഒക്കെ ഈ വിചാരധാരകൾ പടർന്ന് പന്തലിച്ച് പിടിച്ച സമയത്ത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന ആസ്ഥാനമായിട്ട് തെക്കേ ഇന്ത്യയിലെ മദ്രാസ് അടയാർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1878 അത് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1876 സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ അസോസിയേഷനും 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു.
അമ്മാമൻ നാലപ്പാട്ട് നാരായണ മേനോൻ തിയോസഫിക്കൽ സൊസൈറ്റി ആയിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായിട്ടും അതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഐഡിയാസുമായിട്ടും വിവേകാനന്ദൻ ടാഗോർ എന്നിവരുടെയൊക്കെ ഐഡിയാസായിട്ട് ഗാന്ധിയായിട്ടൊക്കെ ആ ചിന്തകന്മാരുടെ ലെവലിലാണ് ഈ മലയാളത്തിൻ്റെ ഈ ചെറിയ മൂലയ്ക്കൽ ഈ പുന്നൂർക്കളത്തിരുന്നു കൊണ്ട് നാലപ്പാട്ട് നാരായണ മേനോൻ ചിന്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിലത്തെ പൊതുവെയുള്ള ഒരവസ്ഥയാണ് പറയുന്നത്. ആ കാലത്ത് അദ്ദേഹം ജീവിച്ച കാലത്താണ് ഇതൊക്കെ നടന്നിരിക്കുന്നത്.